നമസ്കാരം സുഹൃത്തുക്കളെ, വിസ്ഡം ഹബിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 3 അമ്പുകൾ കൊണ്ട് ലോകം കീഴടക്കാൻ കഴിഞ്ഞിരുന്ന വീരൻ. കുരുക്ഷേത്ര യുദ്ധം 18 ദിവസം നീണ്ടുനിന്ന ആ മഹാസമരത്തിൽ ലക്ഷക്കണക്കിന് വീരന്മാരാണ് മരിച്ചു വീണത്. എന്നാൽ വിരൽ തുമ്പിലെ ഒരു അമ്പ് കൊണ്ട് വെറും 3 മിനിറ്റിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു യുവാവ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പാണ്ഡവ പക്ഷത്തോ കൗരവ പക്ഷത്തോ ചേരാതെ ഒരു കുന്നിൻ മുകളിലിരുന്ന് യുദ്ധം മുഴുവൻ കണ്ട ആ പോരാളി ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണൻ പോലും ഭയന്ന ആ അമാനുഷിക ശക്തിയുടെ ഉടമ ആരാണ്? ഭീമന്റെ കൊച്ചുമകൻ ബർബറീഗൻ. വിസ്ഡം ഹബിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചരിത്രം മറന്നുപോയ ആ മഹാവീരനെയാണ്. ഭീമന്റെയും ഹിഡുംബിയുടെയും മകനായ ഘടോൽകചന് മൗരവി എന്ന യാദവ കന്യകയിലുണ്ടായ പുത്രനാണ് ബർബറീഗൻ. കുട്ടിക്കാലം മുതൽക്കേ യുദ്ധമുറകളിൽ അതീവ താല്പര്യം കാണിച്ചിരുന്ന അദ്ദേഹം ഒരു വലിയ ശിവഭക്തനായിരുന്നു. തൻ്റെ മുത്തച്ഛനായ ഭീമനെ പോലെ തന്നെ ബർബറീഗനും അജയമായ ഒരു കരുത്തുണ്ടായിരുന്നു. അദ്ദേഹം നവദുർഗന്മാരെയും ശിവനെയും തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി. ഇതിൽ പ്രസന്നനായ മഹാദേവൻ അദ്ദേഹത്തിന് 3 അജയമായ അമ്പുകൾ സമ്മാനിച്ചു. ഇതിനെയാണ് തീൻ ബാൺ എന്ന് വിളിക്കുന്നത്. ഈ അമ്പുകൾ ഉള്ളിടത്തോളം കാലം ബർബറീഗനെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയില്ലായിരുന്നു. എന്താണ് ഈ 3 അമ്പുകളുടെ പ്രത്യേകത എന്ന് നോക്കാം. ഒന്നാമത്തെ അമ്പ്. ഇത് പ്രയോഗിച്ചാൽ ശത്രുക്കളുടെ എല്ലാ കേന്ദ്രങ്ങളെയും അടയാളപ്പെടുത്തും. രണ്ടാമത്തെ അമ്പ്. ആരെയാണോ രക്ഷിക്കേണ്ടത് അവരെയെല്ലാം ഈ അമ്പ് വേർതിരിച്ചു നിർത്തും. മൂന്നാമത്തെ അമ്പ്. അടയാളപ്പെടുത്തിയ ശത്രുക്കളെ മുഴുവൻ നിമിഷം നേരം കൊണ്ട് നശിപ്പിച്ച് അമ്പ് തിരികെ ആവനാടിയിലെത്തും. ചുരുക്കത്തിൽ ഒരു യുദ്ധക്കളത്തിലെ മുഴുവൻ ശത്രുക്കളെയും വെറും 1 മിനിറ്റ് കൊണ്ട് ഇല്ലാതാക്കാൻ ഈ 3 അമ്പുകൾ മതിയാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ബർബറീഗന് യുദ്ധത്തിൽ ഒരു സൈന്യത്തിന്റെയും സഹായം ആവശ്യമായിരുന്നില്ല. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങിയപ്പോൾ ബർബറീഗൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു. യാത്രയാകുമ്പോൾ അമ്മയായ മൗരവി ഒരു നിബന്ധന വച്ചു. നീ എപ്പോഴും യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്ന പക്ഷേത്ര മാത്രമേ സഹായിക്കാവൂ. വഴിമധ്യേ ബ്രാഹ്മണ വേഷധാരിയായ കൃഷ്ണൻ ബർബറീഗനെ തടഞ്ഞു. പാണ്ഡവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനാണ് ഭാവമെങ്കിൽ കൗരവർ തോൽക്കുമെന്നും അപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത വാക്കുപ്രകാരം ബർബറീഗന് കൗരവ പക്ഷത്ത് ചേർന്ന് പാണ്ഡവരെ വധിക്കേണ്ടി വരുമെന്നും കൃഷ്ണൻ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇത് പാണ്ഡവരുടെ സർവനാശത്തിന് വഴിതെളിക്കുമെന്ന് കൃഷ്ണൻ തിരിച്ചറിഞ്ഞു. കൃഷ്ണൻ ഒരു ആൽമരത്തിലെ ഇലകൾ മുഴുവൻ സുഷിരമിടാൻ ബർബറീഗനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അമ്പെയ്തപ്പോൾ കൃഷ്ണൻ ഒരു ഇല തന്റെ പാദത്തിന്റെ അടിയിൽ ഒളിപ്പിച്ചു. എന്നാൽ ആ അമ്പ് കൃഷ്ണന്റെ കാലിന് ചുറ്റും കറങ്ങാൻ തുടങ്ങി. തന്റെ കാലെടുത്താൽ മാത്രമേ ആ ഇലയിൽ കൂടി അമ്പ് കൊള്ളൂ എന്ന് കൃഷ്ണന് മനസ്സിലായി. ധർമ്മയുദ്ധം വിജയിക്കാൻ ബർബറീഗന്റെ മരണം അനിവാര്യമെന്ന് കണ്ട കൃഷ്ണൻ അദ്ദേഹത്തിന് തല ദാനമായി ചോദിച്ചു. തന്റെ മുത്തച്ഛനായ പാണ്ഡവരുടെ വിജയത്തിനായി ബർബറീഗൻ സന്തോഷത്തോടെ തന്റെ തല മുറിച്ചു നൽകി. പക്ഷേ അദ്ദേഹത്തിന് യുദ്ധം കാണണമെന്ന ആഗ്രഹം കൃഷ്ണൻ സാധിച്ചു കൊടുത്തു. യുദ്ധം കഴിഞ്ഞപ്പോൾ പാണ്ഡവ തങ്ങളുടെ വീര്യത്തെക്കുറിച്ച് അഹങ്കരിച്ചു. അപ്പോൾ കുന്നിൻ മുകളിലിരുന്ന ബർബറിന്റെ തല പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇവിടെ അർജുനനെയോ ഭീമനെയോ കണ്ടില്ല, മറിച്ച് കൃഷ്ണന്റെ സുദർശന ചക്രമാണ് അധർമ്മികളെ കൊന്നൊടുക്കുന്നത്. ബർബറീഗന്റെ ത്യാഗത്തിൽ സംപ്രീതനായ കൃഷ്ണൻ അദ്ദേഹത്തിന് തന്റെ പേര് നൽകി അനുഗ്രഹിച്ചു. ഇന്ന് രാജസ്ഥാനിലെ ഹാദുശ്യാം എന്ന പേരിൽ അദ്ദേഹം പൂജിക്കപ്പെടുന്നു. ഈ മഹത്തായ ത്യാഗത്തിന്റെ കഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. കൂടുതൽ പുരാണ രഹസ്യങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിസ്ഡം ഹബ്ബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.